സല്യൂട്ട് ഭാരത്. ഇന്ന് സല്യൂട്ട് ഭാരതിൽ നമ്മുടെ അതിഥിയായുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജ്യോതിർ ഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ ഹോർമൂസ് കടലിടുക്കിലെ വിഷയം അമേരിക്ക ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്ക ചില ഉപാധികളോടെയൊക്കെയാണ് വെടിനിർത്തൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാർ, തുടക്കം മുതൽ ഇതിൻ്റെ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഒരു മധ്യവർത്തിയായി, അതായത് ഈ രണ്ട് ഇറാൻ്റെയും അമേരിക്കയുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരു നീക്കം നടത്തുകയായിരുന്നു. അപ്പോൾ ഫലത്തിൽ ഇത് അമേരിക്ക നിർത്തുമ്പോൾ, അമേരിക്ക യുദ്ധം നിർത്തുന്നു അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ പാകിസ്ഥാൻ ഇതിൻ്റെ ക്രെഡിറ്റ് എന്തെങ്കിലും കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടക്കുമോ, അല്ലെങ്കിൽ അമേരിക്ക ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയതിൻ്റെ പിന്നിലെ ആ രഹസ്യം എന്താണ്? ഇത് നമ്മളിപ്പോ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് തമാശ പറയുക എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഒരു പരിചിതമല്ലാത്ത ഒരു സംഗതിയാണ്. പക്ഷെ ഇവിടെ രണ്ട് വലിയ തമാശകളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു. ഒന്ന്, ഏറ്റവും ആദ്യത്തെ തമാശ എന്ന് പറയുന്ന ഒരു രസകരമായ തമാശ, കേട്ടാൽ ചിരിച്ചു പോകുന്ന ഒരു തമാശ തന്നെ പാകിസ്ഥാന്റെ നിലപാടാണ്. പാവം പാകിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയില് ഷഹബാസ് ഷെരീഫിന്റെ ഒരു അവസ്ഥയും, കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അസീം മുനീറിന്റെ അസിസ്റ്റന്റ് ആണ് അദ്ദേഹം, ഒരു രാജ്യത്തിന്റെ പ്രധാന. ഇപ്പം ട്രംപിന്റെ ട്രൂത്തിലുള്ള ഈ പിന്നെ പോസ്റ്റിങ്ങിലൊക്കെ കാണുന്നത് അസീം മുനീർ ആൻഡ് ഷഹബാസ് ഷെരീഫ് എന്നാണ്, മൈ ഗ്രേറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. ആദ്യം അസീം മുനീറിനെയാണ് എഴുതുന്നത്. അപ്പൊ അത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പാകിസ്ഥാനകത്തും അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഷഹബാസ് ഷെരീഫിന്റെ പാകിസ്ഥാന്റെ അവസ്ഥ. പിന്നെ മറ്റൊന്ന്, ഇപ്പോഴത്തെ ഈ ഒരു മീഡിയേഷനില് കഴിഞ്ഞ ഈ 2 ആഴ്ചക്ക് മുമ്പ് അസീം മുനീർ അവിടെ പോയി അടയിരിക്കുകയായിരുന്നു ഇറാനിൽ പോയിട്ട്, കാര്യം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കണം. അപ്പൊ ഇറാന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഈ യുദ്ധം അവസാനിച്ചു എന്നുള്ളത് ഇറാന് മനസ്സിലായി. പിന്നെ അവശേഷിക്കുന്നത് ഹോർമോസ് കടലിടുക്കിൽ നിന്ന് പിന്മാറുക. ഇപ്പം ഈ യുദ്ധത്തിനകത്ത് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 45 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 40 വർഷത്തിന് ശേഷമുള്ള ഒരു ഇറാന്റെ ഏറ്റവും വലിയ ഒരു വിജയമാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിൽ അവസാനം ഇറാൻ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആൾനാശം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ യുദ്ധത്തെ ഇറാൻ കരുതിക്കൂട്ടി കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിക്കുന്ന യുദ്ധത്തിന്റെ ഏതാണ്ട് ഇറാനെ സംബന്ധിച്ച് പകുതി കഴിഞ്ഞപ്പോഴേക്കും അമേരിക്ക പരാജയം സമ്മതിച്ച് പിൻവാങ്ങിയ ചിത്രമാണ് കാണുന്നത്. അതായത് വളരെ അപഹാസ്യവും അതോടൊപ്പം തന്നെ വളരെ ദയനീയവുമായ രീതിയിൽ പിൻവാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് വളരെ പല ഭീഷണികള് ഈ യുദ്ധത്തിന്റെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്ക വിചാരിച്ചത് ഇറാന്റെ കഥ കഴിഞ്ഞു. കാര്യം അവിടുത്തെ ഖമേനി മതമേധാവിയും അതേപോലെ തന്നെ എല്ലാ സർക്കാരിന്റെ തലവന്മാരെ, പ്രസിഡന്റിനെ ഒഴിച്ച് ബാക്കിയുള്ള മിലിറ്ററി തലവന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു അമേരിക്ക. അപ്പൊ അതോടുകൂടി യുദ്ധം അവസാനിക്കും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ അതിനുശേഷമാണ് ഈ യഥാർത്ഥ യുദ്ധം അമേരിക്ക കാണുന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ വിയറ്റ്നാമിന്റെ ചെറുത്തുനിൽപ്പും അവിടുത്തെ യുദ്ധങ്ങളും അമേരിക്ക കണ്ടിട്ടുണ്ടാവും. അത് വളരെ പ്രാകൃതമായിട്ടുള്ള, അതായത് ഒരു ട്രൈബൽ യുദ്ധത്തെയാണ് അമേരിക്ക അവിടെ നേരിട്ട് പരാജയപ്പെട്ടു പോയത്. അതും ബുദ്ധി കൊണ്ടുള്ള യുദ്ധത്തെയാണ്. അതായത് വിയറ്റ്നാമീസ് ജനതയുടെ ബുദ്ധിയാണ്, ആ ബുദ്ധിയും അവരുടെ സർഗാത്മകതയുമാണ് അമേരിക്ക അവിടെ പരാജയപ്പെടാൻ കാരണം. കാര്യം ഓടിപ്പോകുന്ന പട്ടാളക്കാർ ഓടിപ്പോകുന്ന സമയത്ത് കരിയിലെ മുകളിലേക്ക് ഓടിപ്പോകുമ്പോൾ പടവെന്ന് പറഞ്ഞ് താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ആ വീഴുന്നതോടുകൂടി അതിനകത്തുള്ള കുന്തമുനകളിൽ കൊണ്ട് പട്ടാളക്കാർ മരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പട്ടാളക്കാർക്ക് അനങ്ങാൻ വയ്യാത്തൊരു സാഹചര്യം വിയറ്റ്നാം യുദ്ധകാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല ഉണ്ടായിരുന്നു. ഇവിടെ ആധുനിക കാലഘട്ടത്തിലെ യുദ്ധമാണ്. ആ യുദ്ധത്തില് സ്ട്രാറ്റജി കൊണ്ടാണ് അമേരിക്കയെ തോൽപ്പിച്ചത്. അതായത് അമേരിക്ക കരുതി ഈ പ്രധാനികളെല്ലാം വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സെൻട്രലൈസ്ഡ് യുദ്ധം നടപ്പാക്കാൻ പ്രയാസമായിരിക്കും. പക്ഷെ അത് തന്നെ ഈ ഇറാൻ കണ്ടിട്ട് ഇതിനെ നാടിന്റെ നാനാഭാഗങ്ങളിലുമാക്കിയിട്ട്, അതായത് മൊസൈക്ക് വാർ എന്നാണ്. അതായത് ഈ മൊസൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാറക്കല്ലുകൾ പൊട്ടിച്ച് പല ഭാഗത്തിരുന്നതാണല്ലോ സംഗതി എന്ന് പറഞ്ഞതുപോലെ പല ഭാഗങ്ങളിൽ നിന്നും ഈ സെൻട്രൽ ലീഡർഷിപ്പ് ഇല്ല എങ്കിൽ പോലും യുദ്ധം തീവ്രമായ രീതിയിൽ എങ്ങനെ നടക്കുമെന്നുള്ള ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്തു. അപ്പൊ ആ രീതിയിലുള്ള യുദ്ധം കണ്ടപ്പോഴത്തേക്കാണ് ആദ്യം അവരൊന്ന് വിചാരിച്ചു വീണ്ടും ഇറാൻ പിന്മാറുന്നത്. പക്ഷെ പിന്നീട് യുദ്ധത്തിന്റെ തീവ്രത കൂടുകയും ഇസ്രയേൽ പോലും പൊള്ളിപ്പോയി.
അതെ, ഇസ്രായേലിലെ ജനതയ്ക്ക് തീർച്ചയായിട്ടും. ബങ്കറിൽ കഴിയാനുള്ള ഒരു സമയമല്ലാത്ത ഒരു ബങ്കറിൽ നിന്ന് പുറത്തു വരുന്ന അപൂർവ ചില സമയങ്ങളിലായിരുന്നു. അപ്പൊ അതെ, ആ രീതിയിലേക്ക് എത്തുകയും അമേരിക്ക ശരിക്കും ഇറാന്റെ കയ്യിൽ നിന്നുള്ള അട്ടി കൊണ്ട് പൊളയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സ്ട്രാറ്റജി ഈ ആധുനിക കാലഘട്ടത്തിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഈ ഇറാനിലെ ഖമൈനിയെയും മറ്റുള്ളവരെയൊക്കെ എവിടെയാണ് ഇരിക്കുന്നതൊക്കെ കണ്ടെത്തി, അതായത് അതെ, ആന്ത്രോപിക്കിന്റെ ക്ലോഡ് AI ഉപയോഗിച്ചിട്ടാണ് കറക്റ്റ് ആയിട്ട് ആ ലൊക്കേഷൻ കണ്ടെത്തി അവരെയൊക്കെ വധിച്ചത്. അപ്പം അതെ, ഏറ്റവും ആധുനികമായ യുദ്ധം, അതെ, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള യുദ്ധമാണ് അതെ, അമേരിക്ക പയറ്റിയത്. പക്ഷെ അതെ, അതെ, ഇറാൻ അവരുടെ ആ ഒരു വംശീയമായ ആ പ്രത്യേകതയും അവരുടെ ബുദ്ധിയും സ്ട്രാറ്റജിയും കൊണ്ട് നേരിട്ടപ്പം അമേരിക്ക മുട്ടുകുത്തുകയാണ് ചെയ്തത്. അപ്പൊ അതെ, അങ്ങനെയാണ് അവസാനം ഈ മീഡിയേഷനിലേക്ക് വരുന്നതും. അമേരിക്ക തന്നെയാണ് പാവം ഈ പാകിസ്ഥാനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ചാൻസ് തരാം, നീ പോയിട്ട് മീഡിയേറ്റർ ആവാൻ പറഞ്ഞു അന്താരാഷ്ട്ര അതെ, ലെവലിൽ. അവസാനം അതെ, അവരവിടെ വെച്ച് ഇസ്ലാമാബാദിൽ വെച്ചിട്ട് ഒന്നാം ഘട്ട മീറ്റിംഗ് നടത്തി. ആ അതെ, മീറ്റിംഗില് ഏകദേശം ഒരു ആ, ഒരു ധാരണ ഘട്ടത്തിലേക്ക് വന്നതാണ്. ഉം, അപ്പോ 20 വർഷത്തേക്ക് പിന്നെ ഇത് ഈ ആണവ സമ്പുഷ്ടീകരണം ഉം, അവസാനിപ്പിക്കാം എന്ന് വരെ വേണമെങ്കിൽ ഇറാൻ സമ്മതിച്ചു. അതെ, അപ്പൊ അത് പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പിന്നെ അമേരിക്ക വരുന്നു, അവിടെ വാശി ഉം, പിടിക്കുന്നു. ഉം, അതോടുകൂടി തന്നെ ആ ഉം, ഒന്നാം ഘട്ട ചർച്ച അലസിപ്പിരിഞ്ഞ് അമേരിക്കൻ അതെ, വൈസ് പ്രസിഡന്റ് JD വാൻസ് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും യുദ്ധത്തിൽ നിന്ന് തലയുരാൻ വേണ്ടി ട്രംപ് പാകിസ്ഥാനെ ഉപയോഗിച്ചതാണ്. അപ്പോഴും അതെ, അതെ, ലോകത്തിന്റെ മുമ്പിൽ തങ്ങൾ ഇറാനെ പരാജയപ്പെടുത്തി എന്നുള്ള ഒരവസ്ഥ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഉപാധികൾ വേണ്ടി നിന്നത്. ഉം, അതിനുശേഷമാണ് വീണ്ടും ഈ പറഞ്ഞതുപോലെ ഉപരോധം വരുന്നു. ഉം, ഉപരോധം വരുന്നതിന് ശേഷം പിന്നെ വീണ്ടും ആ, അവരുടെ പിന്നെ വിമാനം പിന്നെ ഇറാൻ തകർക്കുന്നു, അവരുടെ അതെ, സൈനികൻ മരിക്കുന്നു. വീണ്ടും അതെ, പിന്നെ ബാഗുകൾ, ഡെഡ് ബോഡിയുടെ ബാഗുകൾ അമേരിക്കയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ വീണ്ടും അവിടെ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥ അന്താരാഷ്ട്ര തലത്തിലും. അതേപോലെ തന്നെ ഗൾഫ് കൺട്രീസ്, അതെ, UAE, അതേപോലെ തന്നെയുള്ള പിന്നെ ഈ ഇറാന്റെ തെക്കുള്ള എല്ലാ GCC രാജ്യങ്ങളിലേക്കും അതെ, അതെ, അതിശക്തമായ കുവൈറ്റിന്റെ സംവിധാനങ്ങളൊക്കെ തകർത്തു. അവിടുത്തെ എയർപോർട്ടും ഉം, മറ്റു സംവിധാനങ്ങളും അവിടുത്തെ എണ്ണ ടാങ്കുകളും ഒക്കെ തകർത്തു അവരുടെ. ഉം, ഉം, അതായത് മിലിറ്ററി ബേസ് അവിടെ ഗൾഫ് കൺട്രീസ് എല്ലാം ഇപ്പം അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഉണ്ട്. ഇപ്പൊ ഖത്തർ, അതേപോലെ ഒമാൻ, സൗദി അറേബ്യ, പിന്നെ ഉം, ദുബായ്. ദുബായ്, ദുബായിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ പരിതാപകരമായ രീതിയിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഏൽക്കേണ്ടി വന്നത്. കാരണം ദുബായ്ക്ക് അവരുടെ ഈ വരുമാനം എന്ന് പറയുന്നത് 2% മാത്രമാണ് എണ്ണയിൽ നിന്നുള്ള വരുമാനം. അതെ, ബാക്കിയെല്ലാം ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസും ടൂറിസവുമാണ്. അതെ, അതായത് ഒരു ടാക്സ് ഹെവൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ദുബായ്. അങ്ങനെയാണ് അതെ, ലോകത്തുള്ള സകല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ വരികയും സമ്പന്നതയുടെ ഒരു കേന്ദ്ര സ്ഥാനമായി മാറുകയും അതെ, ലോകത്തെ സമ്പന്ന സമൂഹം മുഴുവൻ ദുബായിലേക്ക് കുടിയേറുന്ന ഒരു അവസ്ഥയിലേക്കും. അതെ, അപ്പൊ അതായിരുന്നു ദുബായിയുടെ നിലനിൽപ്പ്. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നതോടുകൂടി ഇതെല്ലാം പിൻവാങ്ങുകയും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന അന്താരാഷ്ട്ര ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും എല്ലാം പല രാജ്യങ്ങളിലേക്ക് ഇതിനകം തന്നെ പോയി കഴിഞ്ഞു. പോയി അപ്പൊ കഴിഞ്ഞു. അതൊരു ഇനി അതിലേക്ക് ഒരു തിരിച്ചുവരവ് ഒരുപക്ഷെ ദുബായിക്ക് ഇനി ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ കേരളത്തെ പോലും വല്ലാണ്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതെ, അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ ആ, ദുബായ്ക്ക് നേരെ വീണ്ടും കടുത്ത ആക്രമണമാണ്. ഏതാണ്ട് 2344 മിസൈൽസ് തന്നെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതുപോലെ ക്രൂയിസ് മിസൈൽസ്, അത് ഭീകരമായ ആക്രമണമാണ് ഇത്. അപ്പൊ അതുപോലെ സൗദി അറേബ്യ, ഇതിന്റെ സമ്മർദ്ദം ട്രംപ് വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. കാരണം ഉം, ഇത് ഉം, മുൻകൂട്ടി അവർ പറഞ്ഞിരുന്നു, ഉം, അമേരിക്കയുടെ ഉം, ബേസുള്ള എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ശക്തമായി ആക്രമിക്കും. അത് ഉം, മുഴുവൻ ഉം, ഇറാൻ ആക്രമിച്ചു. അപ്പൊ അതെ, ഇതൊക്കെയാണ് ട്രംപിന് ഈ ഇതിനകത്തുനിന്ന് തലയൂരാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഹോർമൂസ് കടലിടുക്ക് അതെ, അന്താരാഷ്ട്ര ആ, പിന്നെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ തകിടം മറിച്ചു. അതെ, അമേരിക്കയിലെ ഗ്യാസോലിന്റെ ആ, വില ഏതാണ്ട് 50% ഒക്കെ ഉയർന്നതാണ് ഇപ്പൊ കേട്ടത്. കഴിഞ്ഞ ആഴ്ച, രണ്ടാഴ്ചക്ക് മുമ്പ് 38% വരെയായിരുന്നു ഉയർന്നത്. അപ്പോ ഉം, ആ രീതിയിൽ ആഭ്യന്തരമായിട്ടും പിടിച്ചു നിൽക്കാൻ വയ്യാതെ വരുന്ന നവംബറിൽ അവിടെ മിഡ് ടേം വരുന്നു. അപ്പൊ ഈ ട്രംപിന്, അതുപോലെ അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവർ പോലും, ഉം, ട്രംപിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ആയിരുന്നവർ പോലും ട്രംപിനെ തള്ളിപ്പറയുകയും ട്രംപിന് മാനസിക സ്ഥിരതയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കും വന്നു.
അപ്പൊ ആഭ്യന്തരമായിട്ട് പിടിച്ചേക്കാൻ പറ്റുന്നില്ല, അന്താരാഷ്ട്ര വിപണിയിൽ പിടിച്ചേക്കാൻ പറ്റുന്നില്ല, ആഗോള സമ്പദ് വ്യവസ്ഥ ആടുവിലയുന്നു. പെട്രോൾ ഡോളർ തകരുന്നതിന്റെ സൂചനയും അമേരിക്കയ്ക്ക് കിട്ടും. പെട്രോൾ ഡോളർ തകർന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ലോക സാമ്പത്തിക ഭൂപടത്തിലെ അമേരിക്കയുടെ ആ ഒരു കരുത്ത് അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലാണ് ഇതിനകത്ത് തടി ഊരാനായിട്ട് ഈ പാകിസ്ഥാനെ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഒടുവിൽ ട്രംപ് ഈ ഒന്നാം ഇസ്ലാമാബാദ് സമ്മേളനത്തിന് ശേഷം ഈ വീണ്ടും ചർച്ചയിലേക്ക് ക്ഷണിക്കാൻ വീണ്ടും ഭീഷണി തുടങ്ങി. അങ്ങനെ ഒടുവിൽ കഴിഞ്ഞ ഏപ്രിൽ 22 വരെ ഒരു സീസ് ഫയർ, വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അപ്പൊ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇറാൻ കീഴടങ്ങിയില്ലെങ്കിൽ, ഇറാൻ ഞങ്ങളുടെ ഈ ഉപാധികൾ അംഗീകരിച്ച് കരാറിലേക്ക് വന്നില്ലെങ്കിൽ ഇറാനെ 48 മണിക്കൂറിനകം 24 മണിക്കൂറിനകം തകർത്ത് തരിപ്പണമാക്കി കളയും. ഇനി അങ്ങനെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലേക്ക് ഇല്ലായിരുന്നു എന്ന രീതിയിലേക്ക് മാറ്റിക്കളയും എന്ന രീതിയിൽ ഭീഷണി മുഴക്കി. അവിടെയും ഇറാൻ കുലുങ്ങിയില്ല. അവസാനം എന്ത് പറ്റി? ഒരു സീസ് ഫയർ പ്രഖ്യാപിച്ചു ഏപ്രിൽ 22 വരെ. ഇതിനകം ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഇറാനെ തരിപ്പണമാക്കി കളയും എന്ന് അദ്ദേഹം ഭീഷണി മുഴക്കി. അങ്ങനെ ഏപ്രിൽ 22 രാത്രി ഒരു തലേ ദിവസം വരെ ലോകം മുഴുവൻ ശ്വാസമടക്കി ഇരിക്കുകയാണ്. അപ്പോൾ വീണ്ടും രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് പാകിസ്ഥാനെ പ്രേരിപ്പിക്കുകയും പാകിസ്ഥാന്റെ മുനീർ ഇറാനിൽ പോയിട്ട് അവിടെ മുറിയടിച്ച ഇരിപ്പായിരുന്നു അവരുമായിട്ട്. പക്ഷെ അവര് പറഞ്ഞു ഒരു രക്ഷയുമില്ല, ഉപാധി ഈ ഹോർമൂസ് കടലിലേക്ക് ഉപരോധം പിൻവലിക്കാതെ ഒരു ചർച്ചയ്ക്കും ഇറാനില്ല എന്ന്. തീർച്ചയായിട്ടും അതിനുശേഷം ട്രംപ് 22-ാം തീയതി പ്രഖ്യാപിക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുക. അതായത് യഥാർത്ഥത്തിൽ അത് യുദ്ധം അവസാനിച്ചു എന്നുള്ള പ്രഖ്യാപനം. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനമാണ് ഇന്നലെ വൈകിട്ട് വന്ന ട്രംപിന്റെ പ്രഖ്യാപനം. അതായത് ഇറാനിലേക്കുള്ള ആക്രമണങ്ങളെല്ലാം നിർത്തിവെക്കുന്നു. അതായത് അമേരിക്ക ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് തടിയൂരി, ലജ്ജാകരമായ രീതിയിൽ തടിയൂരി അവിടെ നിന്ന് പോയിരിക്കുന്നു. അപ്പൊ അതാണ് അതില് US കോൺഗ്രസിന്റെ ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയില്ല സാർ. മിനിമം 60 ദിവസം US കോൺഗ്രസിന്റെ ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇതിനകത്ത്? അത് നമുക്ക് എങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റും? ഒരു യുദ്ധം മിനിമം 60 ദിവസം വരെ പോകാവുള്ളൂ, അങ്ങനെ ഒരു നിയമവ്യവസ്ഥ ഇല്ലേ സാർ? അങ്ങനെയില്ലേ? അങ്ങനെ ഇതിനകത്ത് അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം അമേരിക്ക തുടക്കത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് അത് ബാധകമല്ല എന്ന് പറയും. മാർക്ക് റൂബിയോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ്, ഞങ്ങൾക്ക് ജയം മാത്രമേ ലക്ഷ്യമുള്ളൂ. അത് വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഇറാന്റെ കപ്പല് ഇവർ തകർത്ത് കളഞ്ഞത്. ഇന്ത്യയിൽ നിന്ന് ഇവിടുത്തെ എക്സസൈസ് കഴിഞ്ഞിട്ട് പോകുന്ന വഴി ശ്രീലങ്കയുടെ കടലിന്റെ പരിധിക്കകത്തുള്ളിൽ വെച്ചിട്ട് ഇറാന്റെ കപ്പൽ തകർത്തപ്പോ അന്ന് മാർക്ക് റൂബിയോ പറഞ്ഞത് ഞങ്ങളുടെ മുമ്പിൽ ജയം മാത്രമേ ഉള്ളൂ ലക്ഷ്യം, അല്ലാതെ യാതൊരു അന്താരാഷ്ട്ര നിയമവും ബാധകമല്ല. അപ്പൊ അത്തരത്തിലെ യുദ്ധത്തിലെ പോലും അന്താരാഷ്ട്ര നിയമങ്ങൾ മുഴുവൻ ലംഘിക്കുകയും എല്ലാം നിരാകരിക്കുകയും ചെയ്തു. ഇപ്പൊ ഒടുവിൽ വന്നിരിക്കുന്ന സംഗതി ഇറാന്റെ, അതോടൊപ്പം തന്നെ ചൈനയെ വാൺ ചെയ്തു ട്രംപ്. ചൈനയ്ക്ക് ആയുധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു, ഭീഷണി മുടക്കി. ഒന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞിട്ട് റഷ്യ ഇടപെട്ടു. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അമേരിക്ക ഒറ്റപ്പെട്ടു നിൽക്കുന്നു. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ഇത് വളരെ ദോഷമായി ബാധിക്കും. അമേരിക്കയുടെ രാഷ്ട്രീയ അന്തരീക്ഷം, അതായത് ട്രംപിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ പോലും ഈ വരാൻ പോകുന്ന മിഡ് ടേം തെരഞ്ഞെടുപ്പിൽ വളരെ ഇതിന്റെ പ്രത്യാഘാതം അതിഗംഭീരമായിട്ടുണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ ആഭ്യന്തരമായിട്ടും ആഗോളതലത്തിലും ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഒറ്റപ്പെടുകയും അമേരിക്കയ്ക്ക് ഇനി തിരിച്ച് വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം, കാരണം ഇനി ലോകരാജ്യങ്ങളൊന്നും അമേരിക്കയെ വിശ്വസിക്കത്തില്ല. കാരണം ഇനിയിപ്പം ഡെമോക്രാറ്റുകൾ അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പോലും അമേരിക്കയുമായി ഒരു ദീർഘകാല കരാറിൽ ഏർപ്പെടാൻ പറ്റില്ല. കാര്യം അമേരിക്കയിൽ അടുത്ത പ്രാവശ്യം വരുന്നത് ആരാണ്? അവര് റിപ്പബ്ലിക്കൻസ് വന്നാൽ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നുള്ള ഒരു വിശ്വാസ്യത അമേരിക്കയുടെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. നാറ്റോ ഇല്ലാണ്ടായി. നാറ്റോയിൽ നിന്ന് അമേരിക്ക ആൾമോസ്റ്റ് പുറത്തേക്ക് പോയി കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ സൈന്യം ഡെൻമാർക്കിലേക്ക് മാർച്ച് ചെയ്ത് അവിടെ ഒരു നിലയുറപ്പിച്ചു, അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ശത്രുരാജ്യങ്ങളുമാക്കി ട്രംപ് ഒറ്റപ്പെടുകയും ഇതിനകത്ത് വിജയം കൈവരിച്ചിരിക്കുന്ന ഇറാനാണ്. ഇറാന്റെ നിയന്ത്രണത്തിലേക്ക് ഹോർമോസ് കടലിലേക്ക് വരുന്നു. ഇനി ഇറാന്റെ കാരണം ഇറാൻ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഇറാന്റെ ഒരു അനുമതി ഇല്ലാതെ, കാരണം ഹോർമോസ് കടലിടുക്ക് ഇറാന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായി. കാരണം അതുവഴി പോകണമെന്നുണ്ടെങ്കിൽ
സ്വാഭാവികമായിട്ടും സുരക്ഷിതമായി പോകണമെന്നുണ്ടെങ്കിൽ ഇറാൻ വിചാരിക്കാതെ പറ്റില്ല. ഇറാന്റെ തീർച്ചയായും. അണ്ടർഗ്രൗണ്ട് ടണൽസുകൾ മുഴുവൻ അതിന്റെ പരിസരത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതെ. അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാനുമായിട്ടൊരു കരാറിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്താൻ പോവുകയാണെന്ന്. അതൊക്കെ ഒരു ഓ, ഗതികേടിന്റെ വാക്കുകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും. ഇതിനകത്ത് സംഭവിച്ചത്, ഇതിനകത്ത് എന്ത് നേടി എന്നുള്ളതാണ്. ഇതിനകത്ത് എന്ത് നേടി എന്നുള്ളത് ഇറാൻ ജനത അല്ലെങ്കിൽ ഇറാൻ സർക്കാർ അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കേണ്ടി വന്നു. അതെ. ഇപ്പൊ മുസ്താഖ് ഖമൈനി പോലും അദ്ദേഹത്തിന്റെ അംഗഭംഗങ്ങളെല്ലാം വന്നു എന്നാണ് കേൾക്കുന്നത്. അതെ. ബുദ്ധിയും ഓർമ്മയും മാത്രമേ ഉള്ളൂ എന്ന് കേൾക്കുന്നു. അപ്പൊ അതെ. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി. ഇറാൻ എന്നൊരു രാജ്യം ഈ യുദ്ധത്തിനകത്ത് നിന്ന് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തു എന്നുള്ളതാണ്. മാത്രവുമല്ല, അമേരിക്കയുടെ അഹങ്കാരത്തെ അമേരിക്കയുടെ അഹങ്കാരം മിലിറ്ററി അഹങ്കാരമാണ്. ആ അഹങ്കാരത്തെ ഇറാൻ തകർത്ത് തരിപ്പണമാക്കുവാൻ. അതോടൊപ്പം തന്നെ ഇനി ഗൾഫ് രാജ്യങ്ങളെ പുനർവിചിന്തനത്തിന് കാരണമാക്കും. കാരണം ഗൾഫ് രാജ്യങ്ങളുടെ അമേരിക്കൻ മിലിറ്ററി ബേസുകൾ കൊണ്ടുവന്ന് അവരുടെ സുരക്ഷ കണക്കിലെടുത്തിട്ടാണ്. അതെ. ആ സുരക്ഷ കണക്കിലെടുത്ത് അതുകൊണ്ട് അമേരിക്കയുടെ സുരക്ഷ യാതൊരു പ്രയോജനമില്ലാത്തതാണെന്നുള്ളത് ഗൾഫ് കൺട്രീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കും. അപ്പൊ ഈ രീതിയിൽ അമേരിക്കക്ക് ഉണ്ടാകാൻ പോകുന്ന ആഗോളതലത്തിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളും ആഭ്യന്തരമായിട്ടുണ്ടാകുന്ന നഷ്ടങ്ങളും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതങ്ങളും ഒക്കെ വളരെ വലുതായി. ഈ ഒരു പീരീഡ് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഡാർക്ക് പീരീഡായിട്ട് രേഖപ്പെടുത്തും എന്നുള്ളതിന് സംശയമില്ല.